Like a phoenix, you burst in a fire, burn a thirst and desire. You transform right up in a flash. You spread your wings. ഹലോ ഗായ്സ്, വെൽക്കം ടു ചിന്നൂസ് വ്ളോഗ്സ്. എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മുംബൈയിലാണ്. ഏച്ചിൻ്റെ ഏട്ടൻ്റെ കൂടെ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വന്നതാണ്. ഇന്ന് വർക്കൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആണെന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇന്ന് സിദ്ധിവിനായക ടെമ്പിളിലാണ് പോയത്. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ വഴിയോര കാഴ്ചകൾ. അമ്പലത്തിനുള്ളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് അവിടെ അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. 8 അടി ഉയരമുള്ള ഏകശിലയിൽ തീർത്ത ഗണപതി വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഓരോ വർഷവും ഗണേശോത്സവ സമയത്ത് ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണം അതിശയിപ്പിക്കുന്നതാണ്. 10 ദിവസത്തെ ആഘോഷങ്ങൾ ഭക്തിയുടെയും ആനന്ദത്തിൻ്റെയും നിറവിൽ ഇവിടെ നടക്കുന്നു. സിദ്ധിവിനായകൻ്റെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും സമാധാനവും സന്തോഷവും നൽകുന്നു. ആദ്യം ഒരു ചെറിയ ആരാധനാലയമായിരുന്നെങ്കിലും ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തർ ആശ്രയകേന്ദ്രമാണ് ഈ സിദ്ധിവിനായകൻ. ഓരോ ചൊവ്വാഴ്ചയും ഇവിടെത്തുന്ന ഭക്തരുടെ തിരക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണത്രേ. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ തങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ ഇവിടെ എത്തുന്നു. സിദ്ധിവിനായകൻ്റെ അനുഗ്രഹം തേടി വരുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. ആഗ്രഹ സാഫല്യത്തിനായി ഭക്തർ ഇവിടെ തേങ്ങയുടയ്ക്കുന്നു, മോദകം സമർപ്പിക്കുന്നു, ഗണപതി സ്തോത്രങ്ങൾ ചൊല്ലുന്നു. അങ്ങനെ ഞങ്ങളും പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു സിദ്ധിവിനായക ടെമ്പിൾ. ഒരു സമാധാനമായൊരു അന്തരീക്ഷത്തിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ പൂവും ആ തേങ്ങയും അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പം ആ ഗണപതിക്ക് പൂജിച്ചത് നമുക്ക് തന്നതാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറി. അവിടെ നിന്ന് പാവ് ബജിയും ബൻസയ അങ്ങനെ എന്തോ ആണ് അതിനെ പറയുക, എനിക്ക് ശരിക്കും അറിയില്ല. കർണാടകക്കാരുടെ ഒരു സ്നാക്സ് ആണെന്ന് കേട്ടെ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ആരെ കാണാൻ പോണ്ട്? എന്നിട്ടോ